Today we'll discuss the fourth book of EC01. It is with regard to business services. So a bank is an institution that accepts deposits and lends money with the money that has been collected as deposits, right? So in this book, the first unit is with regard to the banking services. Second one deals with insurance, and the third one is with regard to transportation and warehousing. So in business services, a major service is provided by banks. Banking എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. Banking means the acceptance for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. ഇപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആണ്. എന്തിനാണ് ഈ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്? രണ്ട് പേർപ്പസിനാണ്. യു വിൽ ഐദർ അക്സെപ്റ്റ് ഇറ്റ് വിത്ത് ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഇറ്റ്, ലോൺ ആയിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. ഇങ്ങനെ കളക്ട് ചെയ്ത ഡെപ്പോസിറ്റ്സ് എല്ലാം കൂടെ കൊണ്ടുപോയി പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യും. ഇനി ഈ ഡെപ്പോസിറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് റിട്ടേൺ ചെയ്യാം. ദ ഡെപ്പോസിറ്റ്സ് കളക്റ്റഡ് വിൽ ബി റിട്ടേൺ ഐദർ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. അതർവൈസ് എന്ന് പറഞ്ഞാൽ മേ ബി പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ആ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്കും റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്കും റിട്ടേൺ ചെയ്യാം എന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത് വെച്ച് ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യുന്നു? ലോണായിട്ട് ബാക്കിയുള്ളവർക്ക് ലെൻഡ് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഏതെങ്കിലും പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സിൽ കൊണ്ടുപോയി ഇടുന്നു. ഇനി ഈ ഡെപ്പോസിറ്റ്സ് തന്നെ ക്യാൻ ബി വിത്ഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഗിവൻ ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്ക്? ഫസ്റ്റ് വൺ, എന്താണ് ബാങ്ക് മെയിൻ ആയിട്ടും ചെയ്യുന്നത്? ദേ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്. സോ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക് ഇസ് ദ ഫസ്റ്റ് ഫീച്ചർ. രണ്ടാമത്തെ, കളക്ട് ചെയ്ത ഫണ്ട്സ് ഐഡിലായിട്ട് വെച്ചേക്കാനായിട്ടുള്ളതല്ല, ദേ ഷുഡ് പ്രോഫിറ്റബിളി എംപ്ലോയ് ദോസ് ഫണ്ട്സ്. ഇപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യുമ്പോൾ പ്രോമിസ് ചെയ്യുന്നത് ഒരു 7% ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഫോർ ദ മണി ദാറ്റ് യു ഹാവ് ഗിവൻ ഓർ ഡെപ്പോസിറ്റഡ് ഐ വിൽ ഗിവ് ദിസ് മച്ച് പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ഇതേ മണി തന്നെ നമ്മൾ വേറെ ആർക്കെങ്കിലും പൈസ ആവശ്യമുള്ളവർക്ക് ലോൺ ആയിട്ട് ലെൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണ് ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. ആ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് അവരുടെ മേജർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സ് ഏറ്റവും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങോട്ട് കിട്ടത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ ലോണിന് കൊടുക്കുകയോ ചെയ്യണം. ഒബ്ലിഗേഷൻ ടു റീഫണ്ട് ഡെപ്പോസിറ്റ്സ് ഓൺ ഡിമാൻഡ്. കളക്ട് ചെയ്ത ഡെപ്പോസിറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവണം. Lending or investing money. We can either lend it out as loans or we can invest that money somewhere else. Banking should be the main business. Bank ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ lending and deposits, collecting deposits and lending money should be their main function. These are the features of banks. Now what are the different types of banks? പല ടൈപ്പ് ഉണ്ട്. There are commercial banks, cooperative banks, land development banks, regional rural banks, industrial banks and central bank. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഓൾഡസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ഹാവിംഗ് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ത്രൂ ഔട്ട് ദ കൺട്രി. നമ്മുടെ രാജ്യം മൊത്തം ബ്രാഞ്ചസ് ഉള്ളതാണ്, വൈഡ് നെറ്റ്വർക്ക് ഉണ്ട്. SBI എന്ന് പറയുന്ന ഒരു കമേഴ്ഷ്യൽ ബാങ്ക് ആണ്. കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ മെയിൻ പർപ്പസ് എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. ഇനി കമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഐദർ ബൈ ദ ഗവൺമെന്റ് ഓർ ക്യാൻ ബി റൺ ബൈ ദ പ്രൈവറ്റ് സെക്ടർ. ആക്സിസ് ബാങ്ക്, HDFC എല്ലാം കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ലോൺസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ, കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ്. ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് എ വോളണ്ടറി അസോസിയേഷൻ. അവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ മെമ്പേഴ്സ് കുറെ പേര് ഒരുമിച്ച് വന്നിട്ട് അവരുടെ കയ്യിലുള്ള ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഫണ്ട്സിന്റെ അകത്ത് നിന്ന് തന്നെ മണി ലെൻഡ് ഔട്ട് ചെയ്ത് റൺ ചെയ്ത് പോകുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഓരോ മെമ്പേഴ്സിനും
1 person 1 vote ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ആണ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾക്ക് ഈക്വൽ വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ദ സെയിം ഇൻട്രസ്റ്റ് ആൻഡ് സെയിം ഫിനാൻഷ്യൽ നീഡ്സ് ദേ ജോയിൻ ടുഗെദർ ആൻഡ് സ്റ്റാർട്ട് എ ബാങ്ക്. അതിനെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. നൗ RBIയുടെ താഴെ തന്നെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവർ ഫണ്ട്സ് കൂടുതലും റേസ് ചെയ്യുന്നത് ഈ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കയ്യിൽ നിന്നും ലോൺ വാങ്ങിക്കും. ഇതുവഴിയൊക്കെയാണ് അവർ ഫണ്ട് രൂപീകരിക്കുന്നത്. They also give out short term and medium. They also get short and medium term loans from the Reserve Bank of India. Now the third one is land development banks. See, land development banks കൂടുതലും long term credit to agricultures എന്നാണ് നമ്മൾ നോക്കുക. അഗ്രികൾച്ചറൽ ഫീൽഡിൽ ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. അപ്പോൾ what they do is they give funds for pump sets, tractors, digging up wells, land improvement. അങ്ങനെ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസിനെല്ലാം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലാൻഡ് ഡെവലപ്മെന്റ് ഫണ്ട്സ് വന്നിരിക്കുന്നത്. Now, everything they will issue debentures to the LIC, RBI, State Bank Group. Debentures issue funds raising. Debentures it is a note containing a promise to return the amount borrowed on a specified date, and interest will be paid at a fixed rate till that date. അതായത് നമ്മളിപ്പോൾ ഒരു ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പേപ്പർ തരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റെ പ്രോമിസ് ആണ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ കളക്ട് ചെയ്ത് 1 lakh ആയിക്കോട്ടെ 50,000 ആയിക്കോട്ടെ എത്രയായാലും അത്രയും എമൗണ്ട് ഞാനൊരു 3 yearsന് ശേഷം റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ആ 3 years വരെയും ഞാൻ മന്ത്ലി നിങ്ങൾക്ക് ഒരു സഡൻ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഒബ്വിയസ്ലി നമ്മൾ ലോൺ എടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ആ ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്താണ് ഇവർക്ക് ആവശ്യമുള്ള ഫണ്ട്സ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. Now, ഇവരെ നമുക്ക് സ്ട്രിക്ട്ലി ബാങ്ക്സ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഡെപ്പോസിറ്റ്സ് അവർ മൊബിലൈസും ചെയ്യുന്നില്ല, ക്യാഷ് റിസർവ് റേഷ്യോ കീപ്പ് ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധവുമില്ല. നെക്സ്റ്റ് ടൈപ്പ് ഇസ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. Like the name suggests, it is there to develop the rural areas. Appo rural areas ulla small and marginal farmers, small entrepreneurs, agricultural laborers, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ശ്രമിക്കുന്നത്. ഇറ്റ് ഇസ് സ്പോൺസേർഡ് ബൈ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, യൂഷ്വലി എ നാഷണലൈസ്ഡ് കമേഴ്ഷ്യൽ ബാങ്ക്. നമ്മുടെ ഇവിടെ ഉള്ളത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഇറ്റ് ഇസ് സ്പോൺസേർഡ് ബൈ കാനറ ബാങ്ക്. Next is industrial banks. Industrial banks are industrial development വേണ്ടിയുള്ള ബാങ്ക്സ് ആണ്. കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, IDBI, IFCI, ICICI, ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവർ ഫണ്ട്സ് കൊടുക്കുന്നതിന് പുറമെ ബാക്കി കുറച്ച് സർവീസസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ടെക്നിക്കൽ അഡ്വൈസ്, മാനേജറിയൽ സർവീസസ്, then preparation of project reports, identification of suitable projects. അങ്ങനെ ഒരു ബിസിനസ്സിന് അസിസ്റ്റൻസും സപ്പോർട്ടും കൂടെ കൊടുക്കുന്ന ഒരു വർക്ക് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഏറ്റെടുക്കുന്നുണ്ട്. Last one is central bank. Every country has got a central bank of its own. The central bank is the apex bank. നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് തന്നെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ബാക്കിയുള്ള ബാങ്ക്സിന്റെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, അതിനാണ് അതോറിറ്റി ഉള്ളത്. അപ്പം ഇറ്റ് ഹാസ് ദ സോൾ റൈറ്റ് ഓഫ് നോട്ട് ഇഷ്യൂ. ബാക്കി ബാങ്ക്സിന് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ബാക്കി ബാങ്ക്സിന് ഫണ്ട്സ് അത്യാവശ്യമായിട്ട് വരുമ്പോൾ മണി ലെൻഡ് ഔട്ട് ചെയ്യുന്നത് RBI ആണ്. അങ്ങനെ കുറെ പ്രത്യേകതകൾ സെൻട്രൽ ബാങ്കിന് ഉണ്ട്. സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്. ഈ ഡിഫറെന്റ് ടൈപ്സിൽ കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ മാത്രം റൂൾസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ നോക്കി പോകുന്നുണ്ട്. Rules of first one, collection of deposits. We already know a bank will collect deposits from the public and in return they will be giving an interest. In deposits and the panel, they are repayable on demand or they have to be repaid on fulfillment of a specified period of time. A specified period in ശേഷം തിരിച്ചു തരാമെന്നോ ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു തരാമോ എന്നുള്ള പ്രോമിസോട് കൂടി ബാങ്ക്സ് ഫണ്ട് കളക്ട് ചെയ്യുന്നു. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫസ്റ്റ് റൂൾ അതാണ്. Second one, facilitate payments. Facilitate payments എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു അക്കൗണ്ട് ഉണ്ട്, we need to make payments to someone else. We can do that by issuing checks അല്ലെ. അപ്പോൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം, ബാങ്കിൽ പോവുക പോലും വേണ്ട. പേയ്മെന്റ്സ് ഒക്കെ ഹാസ് ബീൻ മെയ്ഡ് ഈസി. നമുക്കിപ്പോൾ നമ്മുടെ ബിൽസ് എല്ലാം നമുക്ക് ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു ആപ്പ് മതി നമ്മുടെ ഫോണിൻ്റെ അകത്ത്. അതുവഴിയായിട്ട് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് ആ ആപ്പ് വഴി നമുക്ക് പേയ്മെന്റ്സ് എല്ലാം ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പേയ്മെന്റ്സ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മണി വെറുതെ ഐഡിലായിട്ട് വെച്ചിരിക്കാനുള്ളതല്ല, അതിനെ നമ്മൾ ലോൺസ് ആയിട്ട് കൊടുക്കുന്നു, എന്നിട്ട് അതിനൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്വാൻസസ് ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം കൂടെ, അവര് ക്രെഡിറ്റ് ചെയ്യുന്നു, ഇഷ്യൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഞാൻ പറഞ്ഞു, വേറൊരു ആൾക്ക് ഫണ്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ നമ്മൾ പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഇപ്പൊ ബിസിനസ്മെൻ സ്ട്രേഞ്ചേഴ്സുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഈ സ്ട്രേഞ്ചറിന് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ളത് കൊണ്ടാണ് ബാങ്ക്സ് അവർക്ക് ഗ്യാരണ്ടി നിൽക്കാമെന്ന് എഗ്രി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബാങ്ക് ഒരാൾക്ക് ഗ്യാരണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ധൈര്യമായിട്ട് അയാളുമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസിൽ എൻഗേജ് ചെയ്യാവുന്നതാണ്. They provide loans and advances. Next is provide credit information. So we want to engage in a business transaction with a person we are not familiar with. We don't know his ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അയാൾ ക്രെഡിറ്റ് വർത്തി ആണോ, അയാൾക്ക് പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്താൽ മാത്രം മതി, അയാൾ വില്ലിംഗ് ആയിട്ട് അയാളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്താൽ മതി. അപ്പൊ അയാൾക്ക് അക്കൗണ്ടിൽ സഫിഷ്യന്റ് ഫണ്ട്സ് ഉണ്ട് എന്നൊക്കെ കണ്ട് ബോധ്യപ്പെട്ട ശേഷം നമ്മൾ അയാളുമായിട്ട് ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് ഇസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ യൂഷ്വലി സെയിൽസ് നടത്തുമ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തുന്നത് അല്ലെ. ഞാൻ പൈസ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പൊ സാധനം തരുന്നു. നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നു. അപ്പൊ ഈ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഞാനൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കളക്ട് ചെയ്ത് വെക്കും. അതായത് നിങ്ങൾ എനിക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ പൈസ തരും എന്ന് പറഞ്ഞുള്ള ഒരു പ്രോമിസ് ആണ് നമ്മൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് മന്ത് 15th എനിക്ക് കുറെ പേര് തരാനായിട്ടുണ്ട്, അവരുടെയൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്റെ കയ്യിലുണ്ട്. സപ്പോസ് ആ ബില്ലിനെല്ലാം കൂടെ വാല്യൂ മൊത്തം ഒരു 5 lakh rupees എനിക്ക് കിട്ടാനുണ്ടെന്ന് ഇരിക്കട്ടെ. എനിക്കിപ്പോ ഒരു എമർജൻസി വന്നു, ഇപ്പൊ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് വേണം. എന്റെ കയ്യിൽ കുറെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ, നെക്സ്റ്റ് മന്ത് 15th അത് ക്യാഷ് ആവത്തുള്ളൂ. What can I do? I can take these bill of exchanges to the bank. ബാങ്കിൽ കൊണ്ടുപോയി ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അവിടെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ബാങ്ക് നമുക്ക് ക്യാഷ് റെഡി ക്യാഷ് ആയിട്ട് തരും. ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ബാങ്ക് തന്നെ ഈ ആളുകളുടെ കയ്യിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്തോളും. അപ്പൊ നമുക്ക് റെഡി ക്യാഷ് അപ്പോൾ തന്നെ കിട്ടും, നമ്മുടെ പേർപ്പസ് സെർവ് ആവുകയും ചെയ്യും. ഇനി ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് ബാങ്ക് ഒരു ചെറിയ ചാർജ് വാങ്ങിക്കും. ആ ചാർജിനെയാണ് നമ്മളിവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം 5 lakh ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു റേറ്റ് കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിൽ തരത്തുള്ളൂ. അപ്പൊ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് ബിൽസ് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് കളക്ഷൻ ഓഫ് ചെക്സ്. ഇപ്പോൾ ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഒക്കെ കളക്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ ബാങ്കിനെ ഏൽപ്പിച്ചാൽ മതി. ദേ വിൽ കളക്ട് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് ഇസ് സേഫ്റ്റി ഓഫ് വാല്യുബിൾസ്. ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ നമുക്ക് ഓർണമെന്റ്സ് വെക്കാം, ഡോക്യുമെന്റ്സ് വെക്കാം. ഫോർ സേഫ് കസ്റ്റഡി വി ക്യാൻ ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ ബാങ്ക്. Remittance of money. You want to transfer funds from one place to another. അപ്പോൾ ഫാർ ഓഫ് പ്ലേസസിലോട്ടൊക്കെ മണി നമുക്ക് ക്വിക്ക് ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ. See, earlier there was a dispute that just because a person has an account in a bank and he has engaged in a single transaction, he cannot be considered as a customer. ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരേ ഒരു പ്രാവശ്യം അയാൾ ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്തു എന്ന് കരുതി അയാളെ കസ്റ്റമർ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു ബിലീഫ്. പിന്നീട് അത് മാറി, നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് വഴിയായിട്ട് ഒരു ട്രാൻസാക്ഷൻ എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ അയാൾ ബാങ്കിന്റെ കസ്റ്റമർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഇനി അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യാതെ കാഷ്വൽ ട്രാൻസാക്ഷൻസ് ഒരു ബാങ്കുമായിട്ട് ചെയ്യുന്ന ഒരാളെ കസ്റ്റമർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. So what is the relationship between banker and customer? First one, contractual relationship. Both the parties are entering into a contract. They are parties to a contract. So banker agree ചെയ്യുവാണ്, ഞാൻ ഇത്രയും എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കളക്ട് ചെയ്തു, ഇത്ര ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്തോളാം.
അതേസമയം കസ്റ്റമർ എഗ്രി ചെയ്യുവാണ്, ഇത്രയും എമൗണ്ട് നിങ്ങൾ വെച്ചോളൂ, പകരം എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് തന്നാൽ മതി, ഇന്ന ഡേറ്റിൽ എനിക്ക് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന ഡേറ്റിൽ എനിക്ക് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഒരു കോൺട്രാക്റ്റിലാണ് എൻ്റർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് കസ്റ്റമർ. Second one, there's a debtor and creditor relationship. Debtor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ someone who owes money. ആരാണോ പൈസ തരാനുള്ളത് അയാളെ ഞാൻ ഡെപ്റ്റർ എന്ന് വിളിക്കും. ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ ടു ഹൂം ദ മണി ഇസ് ഓഡ്. അതായത് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അയാളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അപ്പം ഡെപ്റ്ററിന്റെ കയ്യിൽ പൈസ കിട്ടാനുണ്ട്, ക്രെഡിറ്ററിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ there's a debtor creditor relationship between the banker and customer. Banker is the debtor and customer is the creditor. If it is a case of deposit ചെയ്തിട്ട് പോയെങ്കിൽ കസ്റ്റമറിന്റെ ഫണ്ട്സ് ബാങ്കിനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. അപ്പൊ ബാങ്ക് ആ പൈസ കടം വാങ്ങിച്ച കണക്കാണ്, ബാങ്ക് ഇപ്പോൾ ഡെപ്റ്റർ ആണ്, കസ്റ്റമർ ക്രെഡിറ്റർ ആണ്. ഇനി വേറെ സിറ്റുവേഷൻ ആണ്, ലോൺസ് കൊടുത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ബാങ്ക് ആണ് ഫണ്ട്സ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ now owes that money back to the bank. So customer will be the debtor and bank will be the creditor in case of a loan. Third relationship is bailey-bailer relationship. ഈ bailment എന്ന് പറഞ്ഞാൽ എന്താണ്? We are handing over our goods to another person for a specified period of time for a specific purpose. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി, ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി ഞാൻ സാധനം ഒരാളെ ഏൽപ്പിക്കുവാണെങ്കിൽ അതിനെ ബെയിൽമെന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കുറച്ച് ക്ലോത്ത്സ് വാങ്ങിച്ചു, ആ ക്ലോത്ത്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ടൈലറിന് കൊടുത്തു. എന്റെ സാധനമാണ്, ഐ എം ഹാൻഡിങ് ഇറ്റ് ഓവർ ടു ദ അതർ പേഴ്സൺ ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഗെറ്റിംഗ് ഇറ്റ് സ്റ്റിച്ച്ഡ്. അപ്പൊ അതിന് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയും. സോ ഒരു ബെയിലി ബെയിലർ റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ബാങ്ക് മണി കളക്ട് ചെയ്യുമ്പോൾ വി കനോട്ട് സേ ഹീസ് ആക്ടിങ് ആസ് എ ബെയിലി. ബെയിലി എന്ന് പറയുന്ന ആള് എന്താണ്, എങ്ങനെയാണോ സാധനം കളക്ട് ചെയ്തത്, അതായത് പേഴ്സണൽ യൂസിനൊന്നും യൂസ് ചെയ്യുന്നില്ല, ആ സാധനം തന്നെ ബെയിലറിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, പർപ്പസ് കഴിയുമ്പോഴത്തേക്കും. ബട്ട് ഇവിടെ ബാങ്ക്സ് കളക്ട് ചെയ്ത അതേ സെയിം കറൻസിയും നോട്ട്സും ഒന്നും അല്ല റിട്ടേൺ ചെയ്യുന്നത്. അവരത് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ നോട്ട്സ് ഒക്കെയാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ഒരു ബെയിലി ബെയിലർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സപ്പോസ് സേഫ് കസ്റ്റഡിക്ക് വേണ്ടി അല്ലെങ്കിൽ ലോക്കർ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇവർ ലോക്കറിൽ കൊണ്ടുവച്ച സാധനം തന്നെയാണ് ബാങ്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അത് പേഴ്സണൽ യൂസിന് അവർക്ക് തൊടാനും പറ്റത്തില്ല. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ദ ബാങ്ക് ഇസ് ദി ബെയിലി ആൻഡ് ദ കസ്റ്റമർ ഇസ് ദ ബെയിലർ. ഇനി ഒരു ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട് ബാങ്കറും കസ്റ്റമറും തമ്മിലായിട്ട്. ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ someone who holds property on behalf of another person. അപ്പോൾ ഒരു ബെനിഫിഷ്യറിക്ക് വേണ്ടി ഒരാൾ പൈസ കുറച്ചു കാലം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ട്രസ്റ്റി. ബാങ്കിനെ പറഞ്ഞ് ഏൽപ്പിക്കുവാണ്, ഇത്രയും എമൗണ്ട് നിങ്ങൾ ഇയാൾക്ക് വേണ്ടിയായിട്ട് ഹോൾഡ് ചെയ്യണം, അത് ഈ ഡ്യൂ ഡേറ്റിൽ മാത്രമേ അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ there is a trustee beneficiary relationship between the bank and the customer. Last one is principal agent relationship. Banks always follow the instruction of the customers. അപ്പം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആള് പ്രിൻസിപ്പളും ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന ആള് ഏജന്റുമാണ്. സോ കസ്റ്റമർ ഇസ് ദ പ്രിൻസിപ്പൽ ബിക്കോസ് ഹി ഇൻസ്ട്രക്ട്സ് ദ ബാങ്ക്സ് ടു ഗോ കളക്ട് ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ്. He asked him to go pay for his bills from the money deposited in the account. അപ്പൊ അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കസ്റ്റമേഴ്സ് കൊടുക്കുന്നു. അപ്പൊ കസ്റ്റമർ പ്രിൻസിപ്പിൾ ആണ്, ബാങ്ക്സ് അത് ഫോളോ ചെയ്യുന്നു. ബാങ്ക് is someone who acts on behalf of the customer, so banks are considered as agents of the customer. So these are the different relationship between bankers and customers. Next topic to be discussed is the duties of a bank. What are the different duties of a bank? First one is obligation to honor checks. Check issue ചെയ്തിട്ടുണ്ടെങ്കിൽ as long as there is fund in the account, the bank cannot dishonor that check. ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്മാൻ പേയ്മെന്റ് ചെയ്യാനായിട്ട് സമയമായപ്പോൾ ചെക്ക് കൊടുക്കുകയാണ്, ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്താൽ മതി. അതനുസരിച്ച് നമ്മൾ ആർക്കാണോ എഴുതി കൊടുത്തത് അയാൾ കൊണ്ടുപോയി ബാങ്കിൽ പ്രസന്റ് ചെയ്തു. ഇനി ഒരു ബാങ്കിന്റെ മിസ്റ്റേക്ക് കാരണം ആ ചെക്ക് ബൗൺസ് ആയി അല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ചെക്ക് റിജക്ട് ചെയ്തോന്നിരിക്കട്ടെ, ഡിസോണർ ചെയ്തോന്നിരിക്കട്ടെ, and at the same time there was money in that account, then the bank is liable to pay compensation to the account holder or the customer.
കാരണം ബിസിനസ്മെനിന് ഏറ്റവും വലുത് അവരുടെ റെപ്യൂട്ടേഷൻ ആണ്. അപ്പം അവർ എഴുതി കൊടുത്ത ഒരു ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെയാണ് അത് ചോദ്യം ചെയ്യുന്നത്, എത്രത്തോളം ക്രെഡിറ്റ് വർത്തി ആണ് എന്നുള്ളത്. അപ്പൊ അവരുടെ റെപ്യൂട്ടേഷനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം ചെറിയ എമൗണ്ടിന്റെ ചെക്കാണ് ഡിസോണർ ആവുന്നത് അത്രത്തോളം അവരുടെ റെപ്യൂട്ടേഷൻ കൂടുതലായിട്ട് ഡാമേജ് ആവുകയാണ്. സോ ചെറിയ എമൗണ്ടിന്റെ ചെക്ക് ഡിസോണർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോമ്പൻസേഷൻ ബാങ്ക് കൊടുക്കേണ്ടി വരും. അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ബൗൺസ് ചെയ്യാവുന്നതാണ് ചെക്ക്. ഇനി ഡിസോണർ ചെയ്യാൻ ഇപ്പൊ നമ്മൾ ചെക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? അക്കൗണ്ടിൽ സഫീഷ്യന്റ് ഫണ്ട്സ് ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചെക്ക് ഇസ് നോട്ട് ഇൻ ദ പ്രോപ്പർ ഫോം, അതിൽ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടില്ല, സിഗ്നേച്ചർ സ്പെസിമെൻ സിഗ്നേച്ചറായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫണ്ട്സ് നമ്മൾ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ നമ്മൾ ബാങ്കിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആ ഫണ്ട്സ് ഒരു സ്പെസിഫിക് പേർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാവുന്നു. എന്നിട്ട് ആ പേർപ്പസ് അല്ലാത്തൊരു കാര്യത്തിനാണ് ചെക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത്, ബാങ്ക് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ഗവൺമെന്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇയാളുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യൂ, ഇതുമായിട്ട് ഒരു ട്രാൻസാക്ഷൻസും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചെക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ പൈസ ഉണ്ടെങ്കിലും അവരത് ഓണർ ചെയ്യത്തില്ല. പിന്നെ ചെക്കിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഒരു ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 3 months നമ്മൾ അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിരിക്കണം. ആ ടൈം പീരീഡിന് ശേഷം കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്റ്റേൽ ചെക്ക് ആണ്. ബാങ്ക് ഇസ് അണ്ടർ നോ ഒബ്ലിഗേഷൻ ടു ഓണർ ദോസ് ചെക്സ്. So that is the first duty of a bank. Second one is obligation to maintain secrecy. Customer details എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. There must be confidentiality. അതുകൊണ്ട് that is the second obligation of the bank. ഇനി എപ്പോൾ മാത്രം അവർക്ക് ഇത് റിവീൽ ചെയ്യാം ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്? വെൻ ദ ലോ റിക്വയർസ് സച്ച് ഡിസ്ക്ലോഷർ, അല്ലെങ്കിൽ ബാങ്ക്സ് പൊതുവെ ഉള്ള ബാങ്ക്സിന്റെ ഇടയിൽ ഇറ്റ് അലൗസ് ദം ടു റിവീൽ സർട്ടൻ ഇൻഫർമേഷൻസ് ഓഫ് ദി കസ്റ്റമർ എന്നാണെങ്കിൽ മാത്രമേ ആ ഒരു പ്രോമിസ് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. തേർഡ് ഇസ് ഒബ്ലിഗേഷൻ ടു ഫോളോ കസ്റ്റമേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. കസ്റ്റമേഴ്സ് ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യാൻ ബാങ്ക് ബാധ്യസ്ഥനാണ്, because there's a contractual relationship between the bank and the customer. Fourth one is obligation to maintain proper records. എപ്പോഴും കൃത്യമായിട്ടുള്ള കണക്ക് ഉണ്ടായിരിക്കണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം, സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആയിരിക്കണം, മന്ത് എൻഡ് എത്രമാത്രം ഫണ്ട്സ് ഉണ്ടെന്നും എത്രമാത്രം ഫണ്ട്സ് വരുന്നു എന്നും പോയെന്നും ഉള്ള പ്രോപ്പർ റെക്കോർഡ്സ് എല്ലാം ഉണ്ടായിരിക്കണം. Obligation to give notice before closing the account. ഒരു അക്കൗണ്ട് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് ഹാസ് ഗോട്ട് ദി ഡ്യൂട്ടി ടു ക്ലോസ് ദാറ്റ് അക്കൗണ്ട് ആഫ്റ്റർ ഗിവിംഗ് എ നോട്ടീസ് ടു ദ കസ്റ്റമർ. ഇനി നോട്ടീസ് കൊടുക്കാതെ അതും ഒരു റീസണബിൾ റീസൺ അല്ലാത്ത രീതിയിൽ ബാങ്കിന് അടയ്ക്കാനായിട്ട് പറ്റത്തില്ല അക്കൗണ്ട്, then they will have to face severe consequences. So duties കഴിഞ്ഞാൽ next comes the rights of a bank. What are the different rights of a bank? The first is the right of general lien. General lien എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു റീറ്റെയിൻ ആണ്. ബാങ്കിന് കുറച്ച് ഫണ്ട്സ് കസ്റ്റമർ കൊടുക്കാനുണ്ട് എന്നിരിക്കട്ടെ. സപ്പോസ് someone owes money to the bank. ബാങ്കിന്റെ കയ്യിൽ ഇയാളുടെ പ്രോപ്പർട്ടി കുറച്ചുണ്ട്, അത് ഈ കടം തീർക്കുന്നവരെ വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ബാങ്കിനുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് എ ജനറൽ ലീൻ. ഇനി ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അത് സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പം ലോക്കർ റൂമിൽ വെച്ചിരിക്കുന്ന സാധനം വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞ് ബാങ്കിന് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മണിയോ ഡോക്യുമെന്റ്സോ അവരുടെ കടം തീർത്തിട്ടേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇനി അതല്ലാതെ കുറച്ച് എന്തെങ്കിലും സെക്യൂരിറ്റീസോ കാര്യങ്ങളോ ബൈ മിസ്റ്റേക്ക് ബാങ്കിന്റെ കയ്യിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കസ്റ്റമർ നമ്മള് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കസ്റ്റമർ ഒരാളുടെ ട്രസ്റ്റി ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ ഗവൺമെന്റ് ബാങ്കിന് റൈറ്റ് ഇല്ല. ഇനി വേറെ ചിലപ്പോൾ അവർ എഗ്രിമെന്റിൽ തന്നെ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ദ ബാങ്ക് ഷാൽ നോട്ട് എക്സസൈസ് റൈറ്റ് ഓഫ് ജനറൽ ലീൻ. ആ സിറ്റുവേഷൻസിലും ഈ ഒരു റൈറ്റ് ബാങ്കിന് നഷ്ടപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എ പേഴ്സൺ ഹാസ് ഗോട്ട് 2 accounts, എ കറണ്ട് അക്കൗണ്ട് ആൻഡ് എ സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ഇനി ഒരു 10,000 rupees വരെ അതിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി അയാളുടെ സേവിങ്സ് അക്കൗണ്ടിൽ 8,000 rupees ഉണ്ട്. ടൈം പീരീഡ് കഴിഞ്ഞ് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു സെറ്റ് ഓഫ്. അതായത്
ഇയാൾക്ക് കിട്ടാനുള്ള 10,000 കറണ്ട് അക്കൗണ്ടിൽ, ബട്ട് ഇയാൾക്ക് ഉള്ളത് 8,000 ഇൻ ദ സേവിങ്സ് അക്കൗണ്ട്. അപ്പൊ ഈ സേവിങ്സ് അക്കൗണ്ടിലുള്ള 8,000 ഈ ഡെറ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള 2,000 ഇയാൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മൂവ്സ് എടുത്താൽ മതി. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. Third is right of appropriation. Suppose the person has got more than one debt with the bank. ഒന്നിൽ കൂടുതൽ കടങ്ങളുണ്ട്, എന്നിട്ട് കുറച്ച് എമൗണ്ട് കൊണ്ടുപോയി ബാങ്കിന് കൊടുക്കുന്നു, കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നില്ല ഏത് ഡെപ്റ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് ക്യാൻ സെറ്റിൽ ദ ഡെപ്റ്റ് അക്കോർഡിംഗ് ടു ഹിസ് ഡിസ്ക്രിഷൻ. ചിലപ്പം ടൈം ബാർഡ് ഡെപ്റ്റ്സ് പോലും സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും ബാങ്ക്സിന്. ആ ഒരു ഫണ്ട് ഏതിലേക്ക് വേണ്ടിയാണ് തന്നത് എന്ന് കസ്റ്റമർ സ്പെസിഫൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ചിലപ്പോൾ ഒരു ഒറ്റ കടം കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ആ ഫണ്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് ആ ഹോൾ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ കടത്തിന്റെയും കുറച്ച് പൈസ അടയ്ക്കാനായിട്ട് യൂസ് ചെയ്തെന്നിരിക്കാം, അല്ലെങ്കിൽ ഈ കടത്തിന്റെ എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിന്റെ ഒരു പെർസെന്റേജ് അടച്ചു തീർക്കാനായിട്ട് യൂസ് ചെയ്തെന്നിരിക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മീഷൻ. ലോൺസിനെല്ലാം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെല്ലാം കമ്മീഷൻ ചാർജ് ചെയ്യാനുമുള്ള റൈറ്റ് ബാങ്കിനുണ്ട്. റൈറ്റ് ടു ക്ലോസ് ദി അക്കൗണ്ട്. അപ്രോപ്രിയേറ്റ് ആയിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു അക്കൗണ്ട് എന്ന് കണ്ട് നോട്ടീസ് കാണിച്ച ശേഷം അത് ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ബാങ്കിനുണ്ട്. സോ ദീസ് ആർ ദ ടൈപ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ ബാങ്ക്. ഇനി ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ് കണ്ടത്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, which are different types of bank accounts. Bank accounts can be mainly classified into two. There are time deposits and there are demand deposits. Time deposits എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം ആ ഫണ്ട് റിട്ടേൺ ചെയ്യണം. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യേണ്ടതാണ്. സോ ഈ ടൈം ഡെപ്പോസിറ്റ്സിനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഓബ്വിയസ്ലി, കാരണം ആ ഒരു അത്രയും ഫിക്സഡ് ടൈമിലേക്ക് തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നുള്ള എഗ്രിമെന്റിലാണ് ഫണ്ട് വാങ്ങിക്കുന്നത് ബാങ്ക്. അപ്പോൾ ദേ ആർ ഫ്രീ ടു ഇൻവെസ്റ്റ് ദാറ്റ് ഫണ്ട്സ് wherever they want during that period of time. ആ പീരീഡ് ഓഫ് ടൈമിൽ അവർ ലിക്വിഡ് ആയിട്ട് ക്യാഷ് വെച്ചേക്കേണ്ട ആവശ്യവും ഇല്ല. ബട്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കസ്റ്റമർ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബാങ്ക് എപ്പോഴും ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ടു മീറ്റ് ദെയർ ഡിമാൻഡ്സ്. More interest can be received for time deposits. The time deposits തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. There is fixed deposit and recurring deposit. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ബാങ്കിൽ. വി കനോട്ട് വിഡ്രോ ദാറ്റ് ഫണ്ട് ഫോർ ദാറ്റ് പീരീഡ് ഓഫ് ടൈം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകുമ്പോഴത്തേക്കും ചെക്ക് ബുക്കും ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല, പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയും നമുക്കൊരു ആളുടെ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്താലേ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂ എന്നൊരു ക്രൈറ്റീരിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് ഇല്ല. കമ്പാരിറ്റീവ്ലി ലോങ്ങർ ദ പീരിയഡ് ലോങ്ങർ വിൽ ബി ദ ഇൻട്രസ്റ്റ് റേറ്റ്. എത്ര കൂടുതൽ കാലം ഇടുന്നു അത്രയും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി എത്ര ഇൻട്രസ്റ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൊടുക്കേണ്ടതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ബാക്കി ബാങ്ക്സ് എല്ലാം അത് ഫോളോ ചെയ്ത് പോകുന്നു. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ഐ സെഡ്, വി ഡു നോട്ട് നീഡ് എ റെക്കമെൻഡേഷൻ ഫ്രം എനിവൺ. വി ജസ്റ്റ് നീഡ് ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം which contains the name of the depositor, the amount of deposit, period of deposit and specimen signature. ആരാണ് ഇടുന്നത്, എത്രയാണ് ഇടുന്നത്, എത്ര കാലത്തേക്കാണ് ഇടുന്നത്, അതിന്റെ സിഗ്നേച്ചർ, ഇത്രയുള്ള ഒരു ഫോം സബ്മിറ്റ് ചെയ്താൽ മതി. ചെക്ക് ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ അല്ല. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആളുടെ പേരിൽ ഒരു അക്കൗണ്ട് ബാങ്ക് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് പ്രൂഫായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ അല്ല. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിൽ ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡ്യൂ ആവുന്ന ഡേറ്റിൽ വേറൊരാൾക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് ഏർപ്പാടാക്കാവുന്നതാണ്. ഇനി ചില എമർജൻസി സിറ്റുവേഷൻസിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനേക്കാൾ നേരത്തെ വിഡ്രോ ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ദ എമൗണ്ട് ഇസ് റിട്ടേൺഡ് ബാക്ക്, ബട്ട് അതുവരെയും ഉള്ള ആ പീരീഡ് വരെയുള്ള ഇൻട്രസ്റ്റ് മാത്രമേ കൊടുക്കും. അതും പെനാൽറ്റി ആയിട്ട് 1% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച ശേഷം മാത്രമേ അവർ തിരിച്ചു പൈസ കൊടുക്കത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഡ്യൂ ഡേറ്റ് ആയ ശേഷം ഈ ഫണ്ട് വന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡ്യൂ ഡേറ്റിന് അങ്ങോട്ട് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല കസ്റ്റമർ.
Next is recurring deposit account. Recurring deposit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് എല്ലാ എമൗണ്ടും കൂടെ ഒരുമിച്ച് തിരിച്ച് എടുക്കുന്നതായിരിക്കും. അപ്പം മന്ത്ലി ഞാനൊരു 5,000 വെച്ച് ഒരു 5 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. 5 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഞാനത് തിരിച്ച് ലംസം എമൗണ്ട് ആയിട്ട് കളക്ട് ചെയ്യും. അതിനൊരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റും എനിക്ക് കിട്ടുന്നതായിരിക്കും. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതും നമുക്ക് വിഡ്രോ ചെയ്യാൻ പോസിബിൾ അല്ല ബിഫോർ ദ ഫിക്സഡ് ഡേറ്റ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആണ്. അല്ല, ഫസ്റ്റ് വൺ കറന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആണ്. Current account is usually held by businessmen or joint stock companies or public institutions. Everyday എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ numerous transactions ഉള്ളവരാണ്. അപ്പം they can deposit any number of times and any amount, and as well as they can withdraw any number of times any amount from the account. അപ്പോൾ withdraw ചെയ്യാനും deposit ചെയ്യാനും restrictions ഒന്നുമില്ല as per the amount and the number of times. അതുകൊണ്ടാണ് current account is more convenient for the businessman, but ഇതിന് ഇൻട്രസ്റ്റ് ബാങ്ക്സ് കൊടുക്കാറില്ല കറണ്ട് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക്. പിന്നെ ഈ ഒരു അക്കൗണ്ടിന്റെ പ്രത്യേകത ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്ത് കൊടുക്കുന്നു. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് ഒരു കുഞ്ഞു ലോൺ ആയിട്ട് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. എത്ര എമൗണ്ട് ആണ് എക്സസ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ എമൗണ്ടിന് ഒരു ഇൻട്രസ്റ്റ് വെച്ച് അടച്ചു തീർക്കേണ്ടതാണ്. Now, current account open ചെയ്യണം എന്നുണ്ടെങ്കിൽ a person must introduce us, അതായത് ബാങ്കിന് പരിചയമുള്ളവര് അല്ലെങ്കിൽ നല്ല രീതിയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് പേയിൻ സ്ലിപ്സ് കിട്ടും, ചെക്ക് ബുക്ക് കിട്ടും, പാസ്ബുക്ക് കിട്ടും. ഇപ്പോൾ പാസ്ബുക്കിൽ മാത്രമല്ല, നമുക്ക് ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സമ്മറി എല്ലാ മാസവും കളക്ട് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടതായിട്ടുണ്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. ഇതേ പ്രൊസീജിയർ തന്നെയാണ് സേവിങ്സ് ഫണ്ടിനും. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഇവര് ഇതുപോലൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം, റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം ഒരാളുടേത്. ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആസ് ടു ദ നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ ക്യാൻ വിഡ്രോ ഫ്രം ദാറ്റ് അക്കൗണ്ട്. ആളുകളുടെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഒരു മാസം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു മിനിമം ബാലൻസ് വെച്ച് ഈ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ അക്കൗണ്ടിനും പേയിൻ സ്ലിപ്പും ചെക്കും പാസ്ബുക്കും എല്ലാം അവൈലബിൾ ആയിട്ട് ഉണ്ട്. So this is with regard to the different types of bank accounts. ഇനി നമുക്കുള്ളത് മോഡ്സ് ഓഫ് മേക്കിംഗ് പേയ്മെന്റ്. പേയ്മെന്റ് ഏതൊക്കെ രീതിയിൽ ബാങ്കിന് ചെയ്യാവുന്നതാണ് എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ we can make payments either as checks or draft or standing instructions. Checks എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ചെക്ക് ബുക്ക് ബാങ്കിൽ നിന്നും കിട്ടും. അത് നമ്മൾ 3 പേരാണ് അതിലുള്ളത്. ഡ്രോവർ, ഡ്രോയി ആൻഡ് ദ പേയി. Drawer is the person who draws the check. Drawee is the bank that has to honor the check, and payee is the person to whom the payment is made. 3 പാർട്ടീസ് ആണ്. ഡ്രോവർ പറഞ്ഞാൽ ചെക്ക് ആരാണോ എഴുതുന്നത് അയാള്, ഡ്രോയി എന്ന് പറഞ്ഞാൽ ഏത് ബാങ്ക് ആണോ പേ ചെയ്യുന്നത് അയാള്, മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയി ആണ്, ദ പേഴ്സൺ ഹു റിസീവ്സ് ദ മണി. ഈ ചെക്ക് എന്ന് പറയുന്നത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 3 monthsനുള്ളിൽ പ്രസന്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിനെ സ്റ്റേൽ ചെക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ചെക്കിന് നമ്മൾ പോസ്റ്റ് ഡേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഫ്യൂച്ചറിൽ ഒരു ഡേറ്റ് ഇട്ടിട്ട് നമുക്ക് ചെക്ക് എഴുതി കൊടുക്കാം, പക്ഷെ ആ ഫ്യൂച്ചർ ഡേറ്റിൽ മാത്രമേ ബാങ്ക് ആ ചെക്ക് ഓണർ ചെയ്യത്തുള്ളൂ. ഇനി ചെക്ക് നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രോസ് എന്ന് പറഞ്ഞാൽ 2 പാരലൽ ലൈൻസ് വരച്ചിട്ട് അതിന്റെ നടുക്ക് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രസന്റ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകത്തുള്ളൂ, ക്യാഷ് ആയിട്ട് കയ്യിൽ കൊടുക്കത്തില്ല. ഇനി ചെക്ക് എന്ന് പറയുന്നത് ബാരർ ചെക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെക്ക് ആയിരിക്കാം. ബാരർ ചെക്ക് എന്ന് പറഞ്ഞാൽ whoever presents the check gets the money. ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ ആ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അയാൾക്ക് മാത്രമേ പൈസ കിട്ടാനായിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ചെക്കിൽ സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ചെക്ക് എഴുതിയ ആൾക്ക് തന്നെ പൈസ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത്രയാണ് ചെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് ഡ്രാഫ്റ്റ്സ്. ഡ്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മണി റെമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ പ്രോമിസറി നോട്ട് ഓഫ് ദ ബാങ്ക്. അപ്പോൾ ഡ്രാഫ്റ്റ് നമുക്ക് വാങ്ങിക്കുന്ന ആൾക്ക്
അത് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഡ്രാഫ്റ്റ് പേയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അത് ക്യാൻസൽ ചെയ്യണം. പേയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ബാങ്ക് അത് പേ ചെയ്തിട്ടുണ്ടായിരിക്കും കമ്പൽസറി ആയിട്ട്. അപ്പൊ അതാണ് ഡ്രാഫ്റ്റ്സിനെ പറ്റി പറയാനുള്ളത്. There are also three parties involved in a bank draft: the issuing branch or the drawer, the paying branch or the drawee, and the payee. അങ്ങനെ 3 പേരാണ് ഡ്രാഫ്റ്റ്സിന്റെ ട്രാൻസാക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കസ്റ്റമേഴ്സ് ക്ലിയർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ബാങ്കിന്, അത് ബാങ്ക് ഫോളോ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം LICയുടേത്, അല്ലെങ്കിൽ എന്താണ് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യണം, പെൻഷൻ മാസം മാസം കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ കളക്ട് ചെയ്ത് വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, ഡിവിഡൻസ് കളക്ട് ചെയ്യണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന അനുസരിച്ച് ബാങ്ക്സ് അത് ചെയ്യുന്നതായിരിക്കും. ഇനി ബിൽസ് പേ ചെയ്യണമെന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസം മാസം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത് കട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ദീസ് ആർ ഡിഫറെന്റ് മോഡ്സ് ഓഫ് മേക്കിംഗ് പേയ്മെന്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്വാൻസസ്. Different methods of advances by the banks. The bank can advance money in the form of loans, overdraft, cash credit or discounting of bills. അങ്ങനെ 4 രീതിയിൽ നമുക്ക് അഡ്വാൻസസ് ചെയ്യാവുന്നതാണ് ബാങ്കിന്. We know banks advance loans. Banks makes different types of advances to those who are in need of funds. Funds ആവശ്യമുള്ളവർക്ക് ബാങ്ക് പല രീതിയിൽ മണി അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പല രീതികളാണ് ഈ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത്. They can give out loans, they can provide overdraft facility, or it could be cash credit or discounting of bills. But what are loans? Loans എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഷോർട്ട് ടേം ആയിരിക്കാം, മീഡിയം ആയിരിക്കാം, ലോങ് ടേം ആയിരിക്കാം. ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയുടെ ബേസിസിൽ കുറച്ച് ഫണ്ട്സ് നമ്മൾ ലെൻഡ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ലോൺസ്. അപ്പോൾ അത് ഫിക്സഡ് പീരീഡിലേക്ക് ആയിരിക്കും മണി കൊടുക്കുന്നത്. അപ്പോൾ ആ മണിയുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇയാൾ അടച്ചു തീർക്കുന്ന അനുസരിച്ച് അത് അവർ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അതിലൊരു ചാർജ്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഫിക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റും പേ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ലോൺസ് കൊടുക്കുന്നത് ബാങ്ക്സ് പ്രിഫർ ചെയ്യാൻ കാരണം ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആ ഒരു ഫണ്ടിന് കിട്ടും. ലോണിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസി ആണ്. But before they give out loans, they should make sure that the customers are credit worthy. അല്ലാന്നുണ്ടെങ്കിൽ ലോട്ട് ഓഫ് ലീഗൽ പ്രൊസീജിയേഴ്സ് ആണ്. ഈ മണി തിരിച്ച് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സഫീഷ്യൻ്റ്ലി സെക്യൂരിറ്റി കാണിച്ചെടുത്ത ലോൺസ് ആണ്, സെക്യൂർഡ് ലോൺസ് ആണെങ്കിൽ ഇവർ കുറച്ച് സെക്യൂരിറ്റീസ് കൊടുത്തിട്ടായിരിക്കും, അല്ലെ, കൊളാട്രൽ സെക്യൂരിറ്റി വെച്ചിട്ടായിരിക്കും ലോൺ കൊടുക്കുന്നത്. അപ്പൊ ലോൺ കിട്ടിയില്ല, ലോൺ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കൊളാട്രൽ സെക്യൂരിറ്റിയുടെ എന്ത് സാധനം വെച്ചിരിക്കുന്നത് അതിനെ എടുത്ത് അവർക്ക് സെൽ ലോൺ സെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഓവർഡ്രാഫ്റ്റ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു റൈറ്റ് ആണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ക്യാൻ ഡ്രോ മോർ മണി ദാൻ വാട്ട് ഇസ് ദെയർ ഇൻ ദെയർ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ അവരൊരു ആദ്യം ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും, അപ് ടു 20,000 rupees എനിക്ക് എക്സ്ട്രാ എൻ്റെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഡ്രോ ചെയ്യാൻ ഒരു റൈറ്റ് തരണം. അപ്പോൾ ചിലപ്പോൾ അവർ മണി യൂസ് ചെയ്തിരിക്കും, ചിലപ്പം യൂസ് ചെയ്തിരിക്കില്ല. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 20,000 എപ്പോഴും അവൈലബിൾ ആക്കി വെച്ചിരിക്കുവാണ്. അപ്പൊ ഡ്രോ ചെയ്ത യൂസ് ചെയ്ത പൈസയ്ക്ക് മാത്രമല്ല ഇൻട്രസ്റ്റ്, അവർ ഇത്രയും ഫണ്ട്സ് എപ്പോഴും അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനും ഒരു മിനിമം ചാർജ് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തേർഡ് ഇസ് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. ഒരു ബിസിനസ്സിന് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ലോൺ പോലെ തന്നെയാണ് ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും എമൗണ്ട് മാറ്റിയിട്ടേക്കും, അതിൻ്റെ അകത്ത് നിന്ന് അവർക്ക് എപ്പോൾ വേണോ ആവശ്യമുള്ളപ്പോൾ ഫണ്ട്സ് അവർക്ക് അതിൽ നിന്നും എടുക്കാം. അവരുടെ കയ്യിൽ എക്സസ് ഫണ്ട്സ് ഉള്ളപ്പോൾ ഈ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി തിരിച്ചിടുകയും ചെയ്യാം. അപ്പം ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന ഫണ്ട്സിന് മാത്രം ഇൻട്രസ്റ്റ് അടച്ചാൽ മതി ബിസിനസ്മാൻ, ബാക്കി ഫണ്ട്സിന് നമ്മൾ പൈസ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ആണ് ലാസ്റ്റ് വൺ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചസ് നമ്മുടെ കയ്യിലുണ്ട്, ബട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫണ്ട്സ് വേണം, ഡ്യൂ ഡേറ്റ് വരെ നമുക്ക് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹോൾഡ് ചെയ്യാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു, അവർക്ക് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കുന്നു. ബാങ്ക് അത് നോക്കിയിട്ട് ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവരുടെ ചാർജ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് മണി ഇമ്മീഡിയറ്റ്ലി തന്ന് സെറ്റിൽ ചെയ്യുന്നു. ഇവർ പറയുന്നത് ഇപ്പോൾ ഒരു 5,000 rupees ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് നമ്മൾ കൊടുത്തത്, 3 months ശേഷമാണ് ഇത് ഡ്യൂ ആവുന്നത് എന്നുണ്ടെങ്കിൽ ബാങ്ക് ചിലപ്പോൾ 6% ആയിരിക്കും ഡിസ്കൗണ്ട് ചാർജ് ചെയ്ത്
4,925 rupees നമുക്ക് റെഡി ക്യാഷ് ആയിട്ട് കയ്യിൽ തരുന്നത്. ഡ്യൂ ഡേറ്റ് ആകുമ്പോഴത്തേക്കും ബാങ്ക് ആരുടെ കയ്യിലാണോ വാങ്ങിക്കേണ്ടത് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ഇനി അയാൾ പേ ചെയ്തതിൽ ഡിഫോൾട്ട് വരുത്തിയെന്ന് പറഞ്ഞാൽ അഗെയിൻ ദ കസ്റ്റമർ വിൽ ബി ലയബിൾ ടു കോമ്പൻസേറ്റ് ദ ബാങ്ക്. അപ്പൊ ഇത്രയാണ് അഡ്വാൻസസ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ്. ഫസ്റ്റ് വൺ പ്ലെഡ്ജ്. നമ്മളിപ്പോൾ ഗോൾഡ് ഒക്കെ കൊണ്ടുപോയി ലോൺ വെച്ചിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ട് പൈസ എടുക്കുന്നത് പ്ലെഡ്ജ് ആണ്. അപ്പൊ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ആ മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് അല്ല, പൊസഷൻ വി ആർ ഹാൻഡിങ് ഓവർ ടു ദ ബാങ്ക്. അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് നമ്മൾ ബാങ്കിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫിനാൻഷ്യൽ എയ്ഡ് ചോദിക്കുന്നതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോൺ നമ്മൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ആദ്യം നമുക്ക് നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നും അവർ നമ്മളെ ഇൻഫോം ചെയ്യും ഈ വെച്ചിരിക്കുന്ന ഗോൾഡ് അവർ സെല് ചെയ്തിട്ട് ഈ പൈസ തിരിച്ചെടുക്കുമെന്ന്. സഫീഷ്യന്റ് നോട്ടീസ് തന്നിട്ടാണെങ്കിൽ അവർക്ക് അത് സെല് ചെയ്ത് ആ പൈസ തിരിച്ചെടുക്കാം. നോട്ടീസ് തരാതെ സെല് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർ ലയബിൾ ആയി പോകും. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഇത് സെല് ചെയ്തപ്പോഴത്തേക്കും ആ ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാൻ ഇനിയും കുറച്ച് എമൗണ്ട് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആ ബാലൻസ് എമൗണ്ടും പേ ചെയ്യണം. ഇൻ കേസ് ഈ ഗോൾഡ് നമ്മൾ സെല് ചെയ്തപ്പോൾ ബാങ്ക് സെല് ചെയ്തപ്പോഴത്തേക്കും ലോൺ എടുത്തതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയെന്നുണ്ടെങ്കിൽ എക്സസ് ഫണ്ട്സ് കസ്റ്റമറിന് ബാങ്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ബാങ്കിൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് ഇസ് ഹൈപ്പോത്തിക്കേഷൻ. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പൊസഷനും നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല ഗുഡ്സിന്റെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ബസ്സൊക്കെ വാടകയ്ക്ക് ലോൺ എടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടി ഓടിയിട്ട് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് വേണം ലോൺ അടച്ച് തീർക്കാനായിട്ട്. നമ്മൾ പേപ്പേഴ്സ് എല്ലാം അങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് ആ ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ വി ആർ നോട്ട് ഹാൻഡിങ് ഓവർ ദ പൊസഷൻ ഓർ ദി ഓണർഷിപ്പ്, ജസ്റ്റ് അതിന്റെ പേരിൽ ലോൺ എടുക്കുന്നു എന്ന് മാത്രം. ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്ന് ആ സാധനം തിരിച്ച് അവരുടെ ഇതിലേക്ക് പിടിച്ചിട്ട് പോകാവുന്നതാണ്. നെക്സ്റ്റ് വൺ മോർഗേജ് ആണ്. ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ വീടൊക്കെ ആണെങ്കിൽ വീട് വെച്ച് ലോൺ എടുക്കുമ്പോൾ ഇമ്മൂവബിൾ ആണ് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന്റെ പേപ്പേഴ്സ് കാണിച്ചിട്ടാണ് നമ്മൾ ലോണ് അവെയിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളതിനെ മോർഗേജ് എന്ന് പറയും. അതിന്റെ പാർട്ടീസ്, മൂന്നുപേരുടെയും പാർട്ടീസ് ഇൻവോൾവ് ഇവിടെ പ്ലെഡ്ജറും പ്ലെഡ്ജിയും ആണ്. ഓൾസോ നോൺ ആസ് ദി പോണർ ആൻഡ് ദി പോണി. അത് പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യുന്ന ആളെ നമ്മൾ പ്ലെഡ്ജർ എന്ന് പറയും. പ്രോപ്പർട്ടി ആർക്കാണോ നമ്മൾ പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് അവരെ നമ്മൾ പ്ലെഡ്ജി എന്ന് പറയും. അപ്പൊ ഇവിടെ ഇപ്പൊ ഗോൾഡ് വെക്കുന്ന ആൾ പ്ലെഡ്ജറും ബാങ്ക് പ്ലെഡ്ജിയും ആണ്. ഇവിടെ ഇപ്പൊ ഹൈപ്പോത്തിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആരാണോ വണ്ടി കൊണ്ടുവയ്ക്കുന്നത് അവരാണ് ഹൈപ്പോത്തിക്കേറ്റർ. ബാങ്കിൽ നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് എന്ന് പറയും, ലെൻഡ് ചെയ്യുന്ന ആളെ. മറ്റത് മോർഗേജർ, മോർഗേജി എന്ന് പറയും. ദീസ് ആർ ദി പീപ്പിൾ ഹു ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് വാട്ട് ആർ ദി അതർ ബാങ്ക് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്. ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് മണി ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻട്രസ്റ്റ്, ഡിവിഡൻസ് ഇതെല്ലാം കളക്ട് ചെയ്യാൻ ബാങ്കിനെ ഏൽപ്പിച്ച് അവർ തന്നെ നമുക്ക് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇടുന്നതാണ് ഓട്ടോമാറ്റിക്കലി. നെക്സ്റ്റ് ഇസ് ലീസിങ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ റെന്റിന് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ബാങ്ക്സിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ റെന്റിന് ചിലപ്പോൾ നമുക്ക് മെഷീനറി ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തരും. ഒരു ലംസം എമൗണ്ട് കൊടുത്ത് നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. നമ്മൾ വാടകയ്ക്ക് ആ സാധനം എടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സ്പെൻസ് അത്രയും കുറഞ്ഞു വരിക്കും, നമുക്ക് ആ സാധനം യൂസ് ചെയ്യാനും പറ്റും. മൂന്നാമത്തെ ടാക്സ് കൺസൾട്ടൻസിയാണ്. ടാക്സ് റിലേറ്റഡ് അഡ്വൈസസ് ഒക്കെ കൊടുക്കും. എങ്ങനെയൊക്കെ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്താൽ, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ടാക്സ് കുറയ്ക്കാനായിട്ട് പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിക്ക്. മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് ആണ് അടുത്തത്. മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. അവര് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. അതായത് എവിടെ നിന്ന് അവർക്ക് ലോൺസ് ചീപ്പ് ഇൻട്രസ്റ്റ് റേറ്റിൽ അവൈൽ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കും. ഒരു മാർക്കറ്റ് സർവേ നടത്തി കൊടുക്കും. പ്രോജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചു കൊടുക്കും. പിന്നെ അവരുടെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനായിട്ട് അവർ എക്സ്പേർട്ട് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് സർവീസസ്. പിന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലൈസൻസസ് വാങ്ങിച്ചെടുത്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാ രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെർച്ചന്റ് ബാങ്കിങ് സർവീസസ്. ഇഷ്യൂയിങ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എല്ലാം ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു 4th ബുക്കിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി 2 യൂണിറ്റ്സും കൂടെ ഉണ്ട് ഈ ഒരു ബുക്ക് കവർ ചെയ്യാനായിട്ട്. That we'll discuss in the next videos. Okay, thank you.